ന്യൂസ് ടെൻസ് മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോകുമ്പോൾ ഇറാൻ അമേരിക്ക നിർണായകമായ ചർച്ചകൾ നടക്കുകയാണ്. അതിൽ ഈ ചർച്ച നടക്കുന്നത് മസ്കറ്റിൽ ആണ് എന്നതാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട് ആണ് ഇതിൽ ചർച്ച നടത്തുന്നത്. നേരത്തെ ഒട്ടേറെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധത്തിൻ്റെ സാധ്യത കൂടി മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇവർ യുദ്ധത്തിലേക്ക് പോകുമോ എന്നതാണ്. അമേരിക്ക ഇറാൻ ചർച്ചയുടെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആണവ സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കാൻ തയ്യാറായേക്കില്ല എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്ന സാഹചര്യം കൂടിയുണ്ട്. അതേസമയം എന്തൊക്കെയാണ് അമേരിക്കയുടെ ആവശ്യം? അതായത് ഈ ചർച്ച നടക്കുമ്പോൾ അമേരിക്കയുടെ ആവശ്യം എന്നത് മിസൈൽ പരീക്ഷണവും ആണവ പരീക്ഷണങ്ങളും നിർത്തണം എന്നുള്ളതാണ്. പ്രോക്സി ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കരുത്. അതായത് ഈ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉണ്ട്, ഹൂതികൾ ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്, ഹമാസ് പോലെയുള്ള സംഘടനകളുണ്ട്. അവരെയൊന്നും സഹായിക്കരുത്, അത്തരം നിലപാടുകൾ അവസാനിപ്പിക്കണം എന്നിങ്ങനെ നിരവധിയായ ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയുടെ ആവശ്യങ്ങളോട് പൂർണ്ണമായും ഇറാൻ സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. പ്രത്യേകിച്ച് ആണവ വിഷയം മാത്രം ചർച്ച ചെയ്യാം, അത് മാത്രമായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. എന്തായാലും അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ചർച്ച നിർണായകമാകാൻ പോകുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇറാൻ തീരത്തേക്ക് പുറപ്പെട്ട സാഹചര്യമുണ്ട്. അല്പസമയം മുമ്പ് പോലും, അതായത് ഈ ചർച്ച നടക്കുന്നതിന് മുമ്പ് പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് അമേരിക്ക ഭയപ്പെടുന്നു. അതായത് അമേരിക്കയെ ഭയപ്പെടേണ്ട സാഹചര്യം, അമേരിക്കയല്ല ഇറാൻ ഭയപ്പെടണം, പ്രത്യേകിച്ച് പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ്. ആ ഭയം നീങ്ങുന്ന ഒരു പശ്ചാത്തലം ഈ ചർച്ചയിൽ ഉണ്ടാകുമോ? രഞ്ജിത്ത്, എന്താണിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ചർച്ച ആരംഭിച്ചോ? ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നതിൽ വ്യക്തതയുണ്ടോ? 11:30 ഇന്ത്യൻ സമയം 11:30 മണിക്കാണ് ചർച്ച ആരംഭിച്ചത്. ഏതാണ്ട് 15 മിനിറ്റോളമായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അഭിലാഷ്, ഇറാനിൽ വസിക്കുന്ന തങ്ങളുടെ പൗരന്മാരോട് രാജ്യം വിട്ടുപോകണം എന്ന ആവശ്യം അമേരിക്ക ഉന്നയിച്ചു എന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാനിലെ നിലവിലുള്ള സുരക്ഷാ സാഹചര്യം അതീവ ഗൗരവതരമാണെന്നും ഏത് നിമിഷവും കാര്യങ്ങൾ കൈവിട്ടു പോകാമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നറിയിപ്പ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇറാനിലെ വെർച്വൽ US എംബസി വഴിയാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ലഭ്യമായ ഏത് സംവിധാനങ്ങൾ ഉപയോഗിച്ചും, വാണിജ്യ സർവീസുകളോ മറ്റ് ഗതാഗത മാർഗങ്ങളോ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഇറാൻ വിടണം എന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. വൈകുന്തോറും വിമാനത്താവളങ്ങളും അതിർത്തികളും അടയ്ക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യാത്രകൾ ദുഷ്കരമാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പം സർക്കാരിൻ്റെ ഒരു സഹായവും പ്രതീക്ഷിക്കരുത് എന്നും അമേരിക്ക പറയുമ്പോൾ ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ സാഹചര്യത്തിൽ കൂടിയാണ് ഈ മുന്നറിയിപ്പ് എന്നത് ഏറെ ഗൗരവതരമായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഔദ്യോഗികമായ ഒഴിപ്പിക്കൽ സാധ്യമാകില്ല എന്നും അമേരിക്ക പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ട്. ഇത് വല്ലാത്ത തരത്തിൽ നമുക്ക് ഈ ഇപ്പോഴത്തെ ചർച്ചയുടെ ഒരു ഗതിവിഗതികളെക്കുറിച്ച് ആശങ്ക പരത്തുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുന്ന പശ്ചാത്തലമുണ്ട്. കാരണം ചർച്ചയിലൂടെ സമാധാനം പുലരുമെന്നും അമേരിക്ക തങ്ങളുടെ ആക്രമണത്തിനുള്ള സാധ്യതകളടക്കം കുറയ്ക്കുമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും ഒമാനിലെ മസ്കറ്റിൽ അല്പസമയം മുമ്പ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഖത്തറും ഈജിപ്തും തുർക്കിയും മധ്യസ്ഥത വഹിച്ചാണ് ഈ ചർച്ചയുടെ ഭാഗമാകുന്നത് എന്ന് പ്രധാനമാണ്. US ആവശ്യപ്പെടുന്ന പോലെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ അടക്കം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന കടുംപിടുത്തം ഇറാൻ തുടരാൻ തന്നെയാണ് സാധ്യത. ഒപ്പം ഇറാൻ്റെ യുറേനിയൻ സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്താനും അവർ തയ്യാറായേക്കില്ല. ഈ രണ്ടു കാര്യങ്ങളിൽ തട്ടി ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കുറവാകും. ഇറാൻ പറയുന്നതനുസരിച്ച് ഈ പറഞ്ഞതുപോലെ ആണവ ആയുധവുമായി ബന്ധപ്പെട്ട ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. പക്ഷേ ഇനിയുള്ള അത്തരം നടപടികളിൽ നിന്ന് മാറാം എന്നല്ലാതെ ഇതുവരെ തങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആയുധ സംവിധാനങ്ങളെക്കുറിച്ച് യാതൊരു ഉറപ്പും ഈ ചർച്ചയിൽ നൽകാൻ ഒരുപക്ഷെ അവർ തയ്യാറായിരിക്കില്ല. ഇതിനിടയിൽ തുടർച്ചയായി എണ്ണ ടാങ്കറുകൾ പിടിച്ചെടുക്കുന്ന ഒരു പരിപാടി കൂടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. പേർഷ്യൻ ഉൾക്കടലിൽ ഫാർസി ദ്വീപിന് സമീപത്ത് വെച്ച് 2 എണ്ണ ടാങ്കറുകൾ ഇറാൻ പിടിച്ചെടുത്തു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. 15ഓളം ആളുകളെ കസ്റ്റഡിയിലെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ മറ്റൊന്ന്, ഇറാൻ്റെ സമീപം അമേരിക്ക ഇന്നലെയോടുകൂടി ചില യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരുന്നു. അതും ഇപ്പോൾ അവിടെ ആ തരത്തിൽ എല്ലാ സർവ്വ സജ്ജീകരണങ്ങളോടുകൂടി അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൽ പ്രശ്നം എന്ന് പറയുന്നത് അഭിലാഷ്, ഏതെങ്കിലും തരത്തിൽ ചർച്ചയിൽ ഒരു പുരോഗതി ഉണ്ടായില്ല എങ്കിൽ ഇറാൻ പൂർണ്ണമായും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിസ്സഹകരിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായാൽ അത് അമേരിക്കയെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ഒരാക്രമണം എന്ന നിലയിലേക്ക് ഒരു പക്ഷേ അമേരിക്ക പോവുകയും ചെയ്തേക്കാം. അത് സാഹചര്യങ്ങൾ അത്യന്തം ഗൗരവതരമാക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുകയും മറ്റും ചെയ്യും. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് ഈജിപ്തും തുർക്കിയും മറ്റും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്.
അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയെ അന്താരാഷ്ട്ര സമൂഹം അതീവ കരുതലോടെ ജാഗ്രതയോടെ പ്രത്യാശയോടെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് യുദ്ധമുഖത്ത് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ചർച്ച. ഇവിടെ സമാധാനം പുലരുന്നില്ല എങ്കിൽ എന്താകും ഭാവി എന്നതിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുകയും ഒരു യുദ്ധത്തിലെ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമെങ്കിലും ഈ ചർച്ചയിലൂടെ സൃഷ്ടിക്കപ്പെടും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിനിടയിലാണ് രഞ്ജിത്ത് നൽകിയ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ, അതായത് പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം, ഒപ്പം പല പൗരന്മാർക്കും രാജ്യം വിടണം എന്ന തരത്തിലുള്ള മറ്റ് രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങളടക്കം പുറത്തു വരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ആണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.